ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കൈനമാറ്റിക് മെത്തേഡാണ്. കൈനമാറ്റിക് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോവർ റിസീവർ എന്താണ്, ഒരു ഫ്ലോട്ടിംഗ് ആയിരിക്കും, എപ്പോഴും മൂവിങ് ആയിരിക്കും റോവർ റിസീവർ. അപ്പോൾ ഇൻ കൈനമാറ്റിക് മെത്തേഡ് once enough data is collected to resolve the ambiguities, user can now move the receiver. Lock must be maintained on minimum of 4 satellites at all time. Rover recorded data at a specific time interval. If lock is lost, the system must be reinitialized. അപ്പോൾ നമ്മൾ ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇനീഷ്യലൈസേഷൻ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ റോവർ മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ പ്രത്യേക ഓരോ പോയിൻറ്റ്സിൽ എന്ത് ചെയ്യില്ല, സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ചെറിയ ഷോർട്ട് സ്പാനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യാതെ എന്ത് ചെയ്യുക, മൂവ് ചെയ്തുകൊണ്ടേ ഇരുന്നിട്ട് ആ മൂവ് ചെയ്യുന്ന പീരീഡിൽ എന്ത് ചെയ്യുക, ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൈനമാറ്റിക് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ കൈനമാറ്റിക് മെത്തേഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അൺനോൺ പോയിൻറ്റ്സിലൊന്നും റോവറിന് അല്ലെങ്കിൽ റിമോട്ട് റിസീവറിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ബട്ട് ഇൻ കേസ് ഇറ്റ് ഈസ് മൂവിങ്ങിലാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ സിഗ്നൽസ് എല്ലാം, നമ്മൾ ഡാറ്റ എല്ലാം കളക്ട് ചെയ്യുന്നത്. പക്ഷേ എന്ത് വേണം, ഈ 4 സാറ്റലൈറ്റ് ആയിട്ട് നമ്മൾ റോവറും അതുപോലെ തന്നെ ബേസ് റിസീവറും ഈ കോമൺ ആയിട്ടുള്ള മിനിമം 4 സാറ്റലൈറ്റിൻ്റെ ഒരു ലോക്ക് വേണം, കോമൺ സാറ്റലൈറ്റ് വിസിബിലിറ്റി വേണം. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുക, നമ്മൾ കൈനമാറ്റിക് മെത്തേഡിൽ ചെയ്യാറുള്ളത്. റോവർ എന്ത് ചെയ്യും, മൂവ് ചെയ്തുകൊണ്ടേയിരിക്കും. റോവർ ഒരു മൂവിങ് വെഹിക്കിളിലായിരിക്കും. നമ്മൾ നോൺ പോയിൻറ്റിൽ എന്ത് ചെയ്യും, ബേസ് റിസീവർ വെക്കും. എന്നിട്ട് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ റോവർ റിസീവർ ഡാറ്റ കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാണ് എന്ത്, കൈനമാറ്റിക് മെത്തേഡ് ഓഫ് GPS സർവേയിങ്. ഇനി നെക്സ്റ്റ് വരുന്നത് RTK GPS സർവേയിങ് ആണ്. RTK എന്ന് പറഞ്ഞാൽ റിയൽ ടൈം കൈനമാറ്റിക് GPS സർവേയിങ്. അപ്പോൾ റിയൽ ടൈം കൈനമാറ്റിക് ആണ് RTK എന്ന് പറയുന്നത്. റിയൽ ടൈം കൈനമാറ്റിക്, റിയൽ ടൈം കൈനമാറ്റിക്, ഇതാണ് RTK GPS സർവേയിങ് എന്ന് പറയുന്നത്. RTK GPS സർവേയിങ് ഈസ് എ കാരിയർ ഫേസ് ബേസ്ഡ് റിലേറ്റീവ് പൊസിഷനിങ് ടെക്നിക് ദാറ്റ് ലൈക്ക് ദി പ്രീവിയസ് മെത്തേഡ് എംപ്ലോയ്സ് 2 റിസീവർ സൈമൾട്ടേനിയസ്ലി ടേക്കിംഗ് ദി സെയിം സാറ്റലൈറ്റ്. 2 റിസീവർ സെയിം സാറ്റലൈറ്റ് എന്നുള്ള എന്ത് ചെയ്യാം, ഡാറ്റ കളക്ട് ചെയ്യുക. ദിസ് മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെൻ ദ സർവേ ഇൻവോൾവ്സ് ലാർജ് നമ്പർ ഓഫ് അൺനോൺ പോയിൻറ്റ്സ്. കുറേ അൺനോൺ പോയിൻറ്റ്സ് ഉണ്ടാവും ലൊക്കേറ്റഡ് ഇൻ ദി വിസിനിറ്റി ഓഫ് എ നോൺ പോയിൻറ്റ്. അതുപോലെ തന്നെ കോർഡിനേറ്റ് ഓഫ് ദി പോയിൻറ്റ്സ് ആർ റിക്വയർഡ് ഇൻ റിയൽ ടൈം. നമുക്ക് എന്താണ്, റിയൽ ടൈമിൽ അതിൻ്റെ കോർഡിനേറ്റ്സ് ആവശ്യമുണ്ട്. ലൈൻ ഓഫ് സൈറ്റ് ദ പ്രൊപ്പഗേഷൻ പാത്ത് ഈസ് റിലേറ്റീവ്ലി അൺഅബ്സ്ട്രക്റ്റഡ്. പ്രൊപ്പഗേഷൻ പാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, റിലേറ്റീവ്ലി അൺഅബ്സ്ട്രക്റ്റഡ് ആണ്. അപ്പോൾ റിയൽ ടൈമിൽ തന്നെ നമുക്ക് കോർഡിനേറ്റ് കണ്ടെത്തണം. നമുക്ക് കിട്ടിയപ്പോൾ തന്നെ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ കോർഡിനേറ്റ് കണ്ടെത്തുമ്പോഴാണ് നമ്മൾ റിയൽ ടൈം കൈനമാറ്റിക്സ് ഉപയോഗിക്കേണ്ടത്. ബിക്കോസ് ഓഫ് ഇറ്റ്സ് ഈസ് ഓഫ് യൂസ് ആസ് വെൽ ആസ് ഇറ്റ്സ് കാപ്പബിലിറ്റി ടു ഡിറ്റർമൈൻ ദി കോർഡിനേറ്റ് ഇൻ റിയൽ ടൈം, ദിസ് മെത്തേഡ് ഇസ് പ്രിഫേർഡ് മെത്തേഡ് ബൈ മെനി യൂസേഴ്സ്. നമുക്ക് റിയൽ ടൈമിൽ തന്നെ കോർഡിനേറ്റ് കിട്ടുന്നത് കൊണ്ട് നമ്മൾ കുറേ ആൾക്കാർ ഈ ഒരു മെത്തേഡാണ് എന്ത് ചെയ്യുന്നത്, പ്രിഫർ ചെയ്യുന്നത്. ഇൻ ദിസ് മെത്തേഡ് ദ ബേസ് റിസീവർ റിമെയിൻസ് സ്റ്റേഷനറി ഓവർ ദി നോൺ പോയിൻറ്റ് ആൻഡ് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ റേഡിയോ ട്രാൻസ്മിറ്റർ. വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ബേസ് റിസീവർ നോൺ പോയിൻറ്റിൽ സ്റ്റേഷനറി ആണ്, ബട്ട് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു എ റേഡിയോ ട്രാൻസ്മിറ്റർ. റേഡിയോ ട്രാൻസ്മിറ്റർ ആയിട്ട് അറ്റാച്ച്ഡ് ആണ്. റോവർ ഈസ് റിസീവ്ഡ് ആൻഡ് അറ്റാച്ച്ഡ് ടു ദി റേഡിയോ റിസീവർ. റേഡിയോ റിസീവറായിട്ട് റോവർ എന്താണ്, അറ്റാച്ച്ഡ് ആണ്. സിമിലർ ടു ദി കൺവെൻഷണൽ കൈനമാറ്റിക് GPS മെത്തേഡ്, എ ഡാറ്റ റേറ്റ് ആസ് ഹൈ ആസ് 1 Hz ഈസ് റിക്വയർഡ്. ഡാറ്റ റേറ്റ് എന്ന് പറഞ്ഞാൽ 1 സാമ്പിൾ പെർ സെക്കൻഡ് ആണ് എടുക്കുന്നത്. ദ ബേസ് റിസീവർ മെഷർമെൻറ്റ്സ് ആൻഡ് കോർഡിനേറ്റ്സ് ആർ ട്രാൻസ്മിറ്റഡ് ടു ദി റോവർ റിസീവർ ത്രൂ ദി കമ്മ്യൂണിക്കേഷൻ. ഇതെന്ത് ചെയ്യും, നമുക്ക് ബേസ് റിസീവറിൽ നിന്ന് കിട്ടുന്നത് നമ്മൾ റോവർ റിസീവറിലോട്ട് എന്ത് ചെയ്യും,
ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എങ്ങനെ? ത്രൂ ദി റേഡിയോ. The base receiver measurements and coordinates are transmitted to the rover receiver through the communication radio link. The built-in software in a rover receiver combines and processes the GPS measurement collected at both the base and rover receivers to maintain the rover coordinate. എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ബേസ് റിസീവർ എന്നുള്ള ഡാറ്റ നമ്മൾ റോവർ റിസീവറിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ അതിലെന്തുണ്ട്? റോവർ റിസീവറിൽ ഒരു ഇൻബിൽട്ട് സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടും? അൺനോൺ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ് നമുക്ക് റിയൽ ടൈമിൽ കിട്ടും. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ട്രാൻസ്ഫർ ചെയ്യുന്നത്. പക്ഷേ സാധാരണ കൺവെൻഷണൽ ടൈപ്പിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ബേസ് റിസീവറിലുള്ളതും റോവർ റിസീവറിലുള്ളതും എന്ത് ചെയ്യണം? വി ഹാവ് ടു ട്രാൻസ്ഫർ ഒരു പി സിയിലോട്ട് നേരിട്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ സർവേ ഒക്കെ കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്ക് പ്രോസസ്സ് ചെയ്ത് അൺനോൺ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ് കിട്ടുള്ളൂ. പക്ഷേ ഇത് റിയൽ ടൈമിൽ എന്ത് ചെയ്യും? നമുക്ക് കോർഡിനേറ്റ്സ് കിട്ടുന്നതാണ്. The initial ambiguity parameters are determined almost instantaneously. Once ambiguity parameters are fixed to integer values, the receiver will display the rover coordinate right in the field. That is the no post processing is required. അപ്പോൾ ഇതിൽ എന്താ ആവശ്യമില്ല? പോസ്റ്റ് പ്രോസസ്സിങ്ങിൻ്റെ ആവശ്യമില്ല. ദ എക്സ്പെക്റ്റഡ് പൊസിഷനിങ് അക്യുറസി എന്ന് പറഞ്ഞാൽ 2 to 5 seconds ആണ്. ഇനി നെക്സ്റ്റ് വരുന്നത് DGPS ആണ്. ദാറ്റ് ഈസ് ഡിഫറൻഷ്യൽ GPS ആണ്. ഡിഫറൻഷ്യൽ GPS ഈസ് എ കോഡ് ബേസ്ഡ് ആണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഇറ്റ് ഈസ് കാരിയർ ബേസ്ഡ് ആയിരുന്നു. അപ്പോൾ ഡിഫറൻഷ്യൽ GPS എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോഡ് ബേസ്ഡ് റിലേറ്റീവ് പൊസിഷനിങ് ടെക്നിക് ദാറ്റ് എംപ്ലോയ്സ് 2 or more റിസീവർ സൈമൾട്ടേനിയസ്ലി ട്രാക്കിംഗ് ദി സെയിം സാറ്റലൈറ്റ്. രണ്ടോ അതിലധികമോ റിസീവർ സെയിം സാറ്റലൈറ്റിന് എന്ത് ചെയ്യുക? ട്രാക്ക് ചെയ്യുന്ന പ്രോസസ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. പക്ഷേ ഇതെന്താണ്? ഇറ്റ് ഈസ് എ കോഡ് ബേസ്ഡ് ആണ്. ഇറ്റ് ഈസ് യൂസ്ഡ് വെൻ റിയൽ ടൈം മീറ്റർ ലെവൽ അക്യുറസി ഈസ് ഇനഫ്. ഒരു മീറ്റർ ലെവൽ അക്യുറസി മാത്രം ആവശ്യമുള്ള കേസിലാണ്. അപ്പോൾ അക്യുറസി കുറച്ച് കുറവാണെന്ന് DGPS. The method is based on the fact that GPS errors in the measured pseudo ranges are essentially the same at both base and rover as long as the baseline length is within the few hundred kilometers. ഇതിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ GPS ഇറർ, നമ്മൾ സ്യൂഡോ റേഞ്ചിൽ മെഷർ ചെയ്യുന്ന GPS ഇറർ റിസീവറിലും അതുപോലെ തന്നെ റോവറിലും വരുന്നത് എന്താണ്? സെയിം ആണ്. എപ്പോൾ? നമ്മൾ ബേസ് ലൈൻ ലെങ്ത്ത് വിത്തിൻ ദി ഫ്യൂ 100 kilometers. ബേസ് ലെങ്ത്ത് ഒരു 100 kilometers റേഞ്ചിലാണെങ്കിൽ അതിൽ വരുന്ന GPS ഇറർ നമ്മൾ ബേസിലും അതുപോലെ തന്നെ റോവറിലും വരുന്ന GPS ഇറർ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ബേസ് റിസീവർ റിമെയിൻസ് സ്റ്റേഷനറി ഓവർ നോൺ പോയിൻറ്റ്. ബേസ് റിസീവർ നമ്മൾ സാധാരണ പറയുന്ന പോലെ തന്നെ എന്ത് ചെയ്യും? നോൺ പോയിൻറ്റിൽ സ്റ്റേഷനറി ആയിരിക്കും. The built-in software in the base receiver uses precisely non-base coordinate as well as the satellite coordinate derived from the navigation message to compute the ranges to each satellite in view. The software further takes the difference between the computer ranges and measured chord pseudo ranges to obtain the pseudo range error. അപ്പോൾ നമ്മൾ ബേസ് റിസീവർ നോൺ പോയിൻറ്റിലാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വെക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ കോർഡിനേറ്റ് എല്ലാം നമുക്ക് അറിയുന്നതാണ്. ഇനി ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ സാറ്റലൈറ്റിൽ നിന്നുള്ള റേഞ്ച് മെഷർമെൻറ്റ്സ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് നമ്മൾ ബേസ് റിസീവറിൽ ഒരു ഇൻബിൽട്ട് സോഫ്റ്റ്വെയർ ഉണ്ടാവും. ആ ഇൻബിൽട്ട് സോഫ്റ്റ്വെയർ എന്ത് ചെയ്യും? അതിൻ്റെ റേഞ്ച് എന്ത് ചെയ്യും? കണ്ടെത്തും. അപ്പോൾ റേഞ്ച് കണ്ടെത്തിയിട്ട് നമ്മൾ ആക്ച്വലായിട്ടുള്ള റേഞ്ചായിട്ട് എന്ത് ചെയ്യും? ഒന്ന് കമ്പയർ ചെയ്ത് നോക്കും. അപ്പോൾ ആ കമ്പയർ ചെയ്ത് വരുന്നതിൽ ഡിഫറൻസ് ഉണ്ടാവും. ആ ഡിഫറൻസ് ആണെന്ത്? സ്യൂഡോ റേഞ്ച് ഇറർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇററും ഈ ബേസിലുള്ള ഇററും അതുപോലെ തന്നെ റോവറിലുള്ള ഇററും എന്താണ്? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ബേസിലുള്ള ഇറർ നമുക്ക് സിമ്പിളായിട്ട് ഈ ഒരു മെത്തേഡിൽ നോൺ പോയിൻറ്റിലാണ് വെക്കുന്നത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമുക്ക് റോവറിലുള്ള ഇറർ എന്ത് ചെയ്യും? നമുക്ക് ഈക്വൽ ടു ദി ബേസ് ഇറർ ആയതുകൊണ്ട് നമുക്കതിനെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. This correction are transmitted in standard format called Radio Technical Commission for Maritime Service to rover through communication. അപ്പോൾ ഈ എറർ എന്ത് ചെയ്യുക? നമ്മൾ റോവറിലോട്ട് ട്രാൻസ്മിറ്റ് ചെയ്യും ത്രൂ RTCM. Rover then applies the DGPS correction to correct the measured pseudo range at rover. Finally, the corrected pseudo ranges are
യൂസ് ടു കമ്പ്യൂട്ട് ദി റോവർ കോർഡിനേറ്റ്. ഇതെന്ത് ചെയ്യും, റോവർ കറക്ഷൻസ് ഒക്കെ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കറക്റ്റഡ് വാല്യൂസ് എന്ത് ചെയ്യും, ആ അൺനോൺ പോയിൻറ്റ്സിൻ്റെ കറക്റ്റഡ് കോർഡിനേറ്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. ദ അക്യുറസി ഒബ്റ്റെയിൻ വിച്ച് ഈസ് വിത്ത് ദിസ് മെത്തേഡ് വേരീസ് ബിറ്റ്വീൻ സബ്മീറ്റർ അബൌട്ട് 5 മീറ്റർ. സബ്മീറ്റർ ലെവൽ അല്ലെങ്കിൽ 5 മീറ്റർ വരെയാണ് അക്യുറസി വരുന്നത്. ഡിപ്പെൻഡിങ് അപ്പോൺ ദി ബേസ് റോവർ ഡിസ്റ്റൻസ്, ട്രാൻസ്മിഷൻ റേം, RTCM DGCPS കറക്ഷൻ ആൻഡ് പെർഫോമൻസ് ഓഫ് കോസ് അക്വിസിഷൻ കോഡ് റിസീവർ. അപ്പോൾ ഇതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്, അക്യുറസി ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഹയർ അക്യുറസി ഈസ് ഒബ്റ്റെയിൻഡ് വിത്ത് ഷോർട്ട് ബേസ് റോവർ. ബേസ് റോവർ സെപ്പറേഷൻ ഷോർട്ടാണ്. ഹൈ ട്രാൻസ്മിഷൻ റേറ്റ്, കാരിയർ സ്മൂത്ത്ഡ് CA കോഡ് റേഞ്ചസ് ഒക്കെ ആണെങ്കിൽ എന്താണ്, ഹൈ അക്യുറസി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര കാര്യങ്ങളെ എന്ത് ചെയ്യുന്നുള്ളൂ, ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി ഈ മൊഡ്യൂൾ നമുക്കൊരു 4-5 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ മൊഡ്യൂളാണ്. അപ്പോൾ ഈ മൊഡ്യൂൾ ഒരു 4-5 ക്ലാസ്സുകൾ കൊണ്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ സാധാരണ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ഡിഫറെൻറ്റ് മെത്തേഡ്സ്, സ്റ്റാറ്റിക്, കൈനമാറ്റിക്, റിയൽ ടൈം കൈനമാറ്റിക് ആൻഡ് DGPS. ഇതൊക്കെ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പോൾ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.